ഹാർഡ് ഇയർ സ്കീം 2025 കേരള എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് എക്സാമിനേഷൻ നാളെ നടക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് എഴുതുക. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ഒരു ന്യൂസ് ആർട്ടിക്കിൾ കണ്ടപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുമ്പോഴേ നിങ്ങളിങ്ങനെ ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമില്ല. നല്ല കൂളായിട്ട് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ, പിന്നെ നന്നായിട്ട് പോയിട്ട് അത് എഴുതാനൊക്കെ നിങ്ങൾക്ക് പറ്റും കേട്ടോ. നന്നായിട്ട് പോയിട്ട് എഴുതുക. ഇനി നിങ്ങൾ എക്സാം ഇങ്ങനെ നമ്മൾ എക്സാമിന് ഇരിക്കുമ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ സെർവർ പ്രോബ്ലംസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ സൈറ്റ് പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നേരിടുന്നുണ്ടെങ്കിൽ അവിടെയുള്ള സാറിനോട് അത് ഇൻഫോം ചെയ്യുക. എന്നിട്ട് അതങ്ങനെ എന്തെങ്കിലും അതുണ്ടാവണം എന്നല്ല, ഉണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞത്. നിങ്ങളത് ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമില്ല. റൈസ് യുവർ ഹാൻഡ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കൈ ഉയർത്തി അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹം അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്ന ടൈം എത്രയാണ്, എന്നിട്ട് നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എത്രയാണെന്ന് നോക്കിയിട്ട് സാറിനോടൊന്ന് പറഞ്ഞേക്കുക കേട്ടോ. ഓക്കെ, അത് കൂളായിട്ട് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുക കേട്ടോ. ഓക്കെ, അല്ലാതെ അവിടെ ടെൻഷൻ്റെ ആവശ്യമോ അങ്ങനെയൊന്നും ആവശ്യമില്ല. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് എക്സാമിനെ പറ്റിയിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് 138 കേന്ദ്രങ്ങളിലായിട്ടാണ് ഈ എക്സാം നടക്കുന്നത്. 1.5 ലക്ഷം വിദ്യാർത്ഥികൾ എഞ്ചിനീയറിങ്ങിനും ഫാർമസിക്കും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് കീം ആപ്ലിക്കേഷൻ നമ്പറാണ് പറയുന്നത്. 1.5 ലക്ഷം വിദ്യാർത്ഥികളുണ്ട് എന്നുള്ളത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സെൻറ്റേഴ്സ് ഉണ്ട്. അതുകൂടാതെ ദുബായ്, ഡൽഹി, മുംബൈ, ചെന്നൈ, ബാംഗ്ലൂരു എന്നിവിടങ്ങളിലൊക്കെ ആയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 138 സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് കോഴ്സിന് 97,759 പേരും അതുപോലെ തന്നെ ഫാർമസി കോഴ്സിന് 46,107 പേരുമാണ് ഈ പ്രവേശന പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു എക്സാമിൻ്റെ ടൈമൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ. നിങ്ങളുടെ സെൻറ്റേഴ്സ് അവിടെയുണ്ട്. അപ്പോൾ അതിൽ റിപ്പോർട്ടിംഗ് ടൈമും കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു റിപ്പോർട്ടിംഗ് ടൈം അല്ലായിരിക്കും കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സ് പറയും എനിക്ക് ഇന്ന ടൈമാണ് അല്ലെങ്കിൽ ഇന്ന ടൈം. അപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ എത്രയാണ് റിപ്പോർട്ടിംഗ് ടൈം എന്ന് പ്രത്യേകം നോക്കുക. ആ ഒരു ടൈമിൽ തന്നെ അവിടെ എത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അറിയാമല്ലോ, നമ്മുടെ ഇപ്പോൾ റോഡ് ബ്ലോക്കുകൾ, ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്. സോ കുറച്ചും കൂടി ബ്ലോക്കും കാര്യങ്ങളൊക്കെ റോട്ടിലൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തേക്ക് എത്താനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നേരത്തേക്ക് ഇറങ്ങാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. ആവശ്യത്തിന് വെള്ളമൊക്കെ കയ്യിൽ കരുതുക, സ്നാക്സൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഷുഗർ അങ്ങനെ BP അങ്ങനെ എന്തെങ്കിലും മെഡിസിനൊക്കെ ഉണ്ടെങ്കിൽ അത് കയ്യിൽ കരുതുക. പിന്നെ നമുക്ക് വർക്ക് ഷീറ്റ് ഒന്നും കൊണ്ടുപോകണ്ട കേട്ടോ, നമുക്ക് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ബാക്കിൽ ഇൻസ്ട്രക്ഷൻ തന്നിട്ടില്ലേ, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. എന്തൊക്കെ ഇൻസ്ട്രക്ഷനാണ് എന്നുള്ളതൊന്ന് വായിച്ചു നോക്കുക. പിന്നെ നമുക്ക് വേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു ഫോട്ടോ പതിച്ച ID പ്രൂഫ്. അതിന് നിങ്ങളുടെ 12ലെ ഹോൾ ടിക്കറ്റ് ഉണ്ടല്ലോ, അതിൽ ഫോട്ടോ പതിച്ചതാണെങ്കിൽ അത് മതിയാവും. വേറൊന്നും അവിടെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, അല്ലെങ്കിൽ പാൻ കാർഡ്, ഇലക്ഷൻ ID, ഫോട്ടോ പതിച്ച ഹോൾ ടിക്കറ്റ്, ഇതൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ നമ്മുടെ ആധാർ കാർഡ് ഇലക്ഷൻ ID എന്ന് പറയുന്നത് ആധാർ കാർഡായിട്ടും വരാം. പക്ഷേ ആധാർ കാർഡിൽ നിങ്ങളുടെ ഫോട്ടോ ഒന്ന് ക്ലിയർ ആണെന്ന് നോക്കുക കേട്ടോ. നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയ ഫോട്ടോ, കുഞ്ഞിലിരിക്കുന്ന ഫോട്ടോ ആയിരിക്കും ചിലവരുടെയൊക്കെ. ആ ഫോട്ടോ കൊണ്ട് ചെന്നാൽ നമ്മളാണ് ആ ആളെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെയുള്ളവരൊക്കെ ആധാർ കാർഡായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. സോ ആധാർ കാർഡ് എടുക്കുന്നതിനോടൊപ്പം അത് നല്ലത് നിങ്ങളുടെ ഫോട്ടോ പതിച്ച്, നമ്മുടെ +2ൻ്റെ ഹോൾ ടിക്കറ്റ് ഒന്നും ആരുടെയും പോയിട്ടൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. സോ അതെടുത്താൽ മതിയാവും കേട്ടോ. അതിപ്പോൾ കീറി പറഞ്ഞിരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ പേരും ബാക്കി ഡീറ്റെയിൽസൊക്കെ അതിലുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ കേട്ടോ. അതായത് ആധാർ കാർഡ് കുഞ്ഞുവാവ ആയിരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ആധാർ കാർഡായിട്ട് ഈ ഒരു ID പ്രൂഫിന് കൊണ്ടുവല്ലുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കും, മനസ്സിലാവണ്ടോ? അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളം, സ്നാക്സ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ബാഗിൽ പുറത്ത് വെക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ക്ലിയർ ബോട്ടിലിൽ എടുക്കാനൊക്കെ സമ്മതിക്കാറുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഷീറ്റ് എന്തെങ്കിലുമൊക്കെ റഫ് വർക്കൊക്കെ ചെയ്യാനുള്ള ഷീറ്റൊന്നും എടുക്കണ്ട, അത് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിനോടനുബന്ധിച്ചിട്ട് പറയാനുള്ളത്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മൾ പഠിച്ചതൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് ഓർത്ത് എഴുതാനും അതുപോലെ നല്ല രീതിയിലൊക്കെ എക്സാം ഹാൻഡിൽ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.